വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ജെസി സാറാണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. മക്കളെ, നമുക്കറിയാം സോഷ്യൽ സയൻസ് എക്സാം വരാനായി കുറഞ്ഞ സമയങ്ങൾ കൂടി മാത്രമാണ് നമ്മൾക്ക് മുൻപിലുള്ളത്. ഈ ഒരു സമയത്ത് പല ആൾക്കാരും പറയുന്നൊരു വിഷമമാണ്, സാറേ സോഷ്യലാണ്, ഒരുപാട് പഠിക്കാനുണ്ട്, നമ്മളെങ്ങനെ പഠിക്കും? മക്കളെ, പഠിക്കാനായിട്ട് സാധാരണ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമാക്കാനുള്ളത് ചില കൺസെപ്റ്റുകളൊക്കെ, നിങ്ങൾക്ക് ടഫാണ് എന്ന് തോന്നുന്ന ചില കൺസെപ്റ്റുകളൊക്കെ എന്തെങ്കിലും തരത്തിലേക്കുള്ള ചെറിയ ട്രിക്സോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച്, ചില കോഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് എളുപ്പത്തിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് ഓർമ്മിച്ച് വെക്കാവുന്ന തരത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത്തരത്തിലേക്കുള്ള ഒരു ചെറിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. മക്കളെ, വേറെ ഒന്നും അല്ലടാ, നിങ്ങൾക്കറിയാം ജോഗ്രഫിക്കകത്ത് 10ാം ക്ലാസ്സിലെ ജോഗ്രഫിക്കകത്ത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ട്, ഇൻ സെർച്ച് ഓഫ് ദി സോഴ്സ് ഓഫ് വിൻഡ്, കാറ്റിന്റെ ഉറവിടം തിരിയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിനകത്ത് ലോക്കൽ വിൻഡ്സ് അല്ലെങ്കിൽ പ്രാദേശിക വാദങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. ആ പ്രാദേശിക വാദങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്, ചെറിയ കോഡുകളിലൂടെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് തന്നെ അത് നോക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് എന്താണ്, ലോക്കൽ വിൻഡിനെ കുറിച്ചാണ്, പ്രാദേശിക വാദത്തിനെ കുറിച്ചാണ്. ലോക്കൽ വിൻഡ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് മക്കളെ നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പ്രധാനമായിട്ടും 1, 2, 3, 4, 5, 6 ലോക്കൽ വിൻഡ്സിനെ കുറിച്ചാണ് പറയുന്നത്. 6 അല്ലേ, 6 പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത് കേട്ടോ. കൃത്യമായ മലയാളവും അതല്ല, അതുപോലെ തന്നെ ഇംഗ്ലീഷോടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കൊടുത്ത് നോക്കണം. ഒന്ന് ലോക്കൽ വിൻഡ്സിൻ്റെ പേരുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ നാച്ചുറൽ അല്ലെങ്കിൽ സ്വഭാവമുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ റീജിയൻ, അത് ഏത് പ്രദേശത്താണെന്നുള്ളതും അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. കൃത്യമായി അവിടെ കൊടുക്കുന്നുണ്ട്, പേര് കൂടാം, അതുപോലെ സ്വഭാവം കാണാം, അതുപോലെ അത് ഏത് പ്രദേശത്താണ്. സ്വഭാവം, ഇതിനകത്ത് സ്വഭാവം നോക്കുകയാണെങ്കിൽ എല്ലാം വരണ്ട കാറ്റാണ്, ഡ്രൈ വിൻസുകളാണ്, എല്ലാം ഡ്രൈ വിൻസുകളാണ്, വരണ്ട കാറ്റുകളാണ്. ഈ പറയുന്ന 6 എണ്ണവും ഹോട്ട് ആൻഡ് ഡ്രൈ വിൻസുകളാണ്. എല്ലാം എന്താണ്, ഹോട്ട് ആൻഡ് ഡ്രൈ വിൻസ് ആണ്. അതെന്ത് ചെയ്യുക, ആദ്യം തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യേണ്ടതില്ല, അതൊന്നും പ്രത്യേകം ഓർമ്മിക്കേണ്ടതില്ല എന്നുള്ളത് കാര്യം ഓക്കെ ആണല്ലോ. ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ട് നമുക്കിതൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്ക്, ചിനൂക്കാണ്. ചിനൂക്ക് പ്രധാനമായിട്ട് നിങ്ങൾ കണ്ടത് റോക്കി, അമേരിക്കയിലെ, നോർത്ത് അമേരിക്കയിലെ റോക്കി പർവ്വതത്തിലാണ് ഏതുള്ളത്, ചിനൂക്ക് ഉള്ളത്. അപ്പോൾ ചിനൂക്ക് ഈ പറഞ്ഞ അമേരിക്കയിലെ നോർത്ത് അമേരിക്കയിലെ റോക്കി മൗണ്ടനിലാണുള്ളത്. അതുപോലെ ഫൊന്നാണ്. ഫൊന്നാണെങ്കിൽ യൂറോപ്പിലെ ആൽപ്സ് മൗണ്ടനിലാണ് വീശുന്നത്. അപ്പോൾ ഫൊന്ന് വീശുന്നത് എവിടെയാണ്, യൂറോപ്പിലെ ആൽപ്സ് മൗണ്ടനിലാണ്. അതുപോലെ ഹാർമാട്ടനാണ്. ഹാർമാട്ടൻ എവിടെയാണ്, ആഫ്രിക്കയാണ്. ഹാർമാട്ടൻ എവിടെയാണുള്ളത്, ആഫ്രിക്കയാണ് ആരുള്ളത്, ഹാർമാട്ടൻ ഉള്ളത്. അതുപോലെ ലൂ ആണ്. ലൂ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയാണ്. അതുപോലെ മാംഗോ ഷവേഴ്സ് ആണ്, അതെവിടെയാണുള്ളത്, സൗത്ത് ഇന്ത്യയിലാണ് അത് വീശുന്നത്, അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലാണ്. പിന്നെ കാൾബൈശാഖിയാണ്. കാൾബൈശാഖി ടെക്സ്റ്റ് ബുക്കിനകത്ത് എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, പകരം നമുക്ക് അത് ഓർത്ത് വെക്കേണ്ടത് അത് വെസ്റ്റ് ബംഗാളും അസാമാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, മക്കൾ മനസ്സിലാക്കുക. കാൾബൈശാഖിയെ കുറിച്ച് നിങ്ങളത് പേര് മാത്രം പഠിച്ചാൽ മതി, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ടെക്സ്റ്റിൽ അത് പറയുന്നില്ല എന്നുള്ളതാണ്. മക്കളെ, ഇനി നിങ്ങൾ നോക്കേണ്ടത് എല്ലാവരും നോക്കിയോളൂ. ചിനൂക്ക്, ഇതുപോലെ തന്നെ റോക്കി പർവ്വതം, ഫൊന്ന് ആൽപ്സ്, ഫർമാട്ടൻ ആഫ്രിക്ക, ലൂ എവിടെയാണ്, വടക്കേ ഇന്ത്യ, മാംഗോ ഷവേഴ്സ് തെക്കേ ഇന്ത്യ, കാൾബൈശാഖി. ഓക്കെ, റെഡിയല്ലേ? ഇത് റെഡിയാണ്. ഇത് നമ്മളൊരു കോഡിലൂടെ എന്ത് ചെയ്യാണ്, പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ഒന്നാമത്തെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നിങ്ങൾ നോക്കി, ഒന്നാമത്തത് ചിനൂക്കാണ് അല്ലേ. ചിനൂക്ക് നോക്കി, ചിനൂക്കിൽ ഞാൻ ക്ക് ആണ് എടുത്തത്. ചിനൂക്ക് അല്ലേ. അതുപോലെ തന്നെ റോക്കി, ഇവിടെ നോക്കാം, ചിനൂക്ക് റോക്കി. പേര് പറയുമ്പോൾ തന്നെ മക്കളെ ശ്രദ്ധിച്ചോ, പേര് പറയുമ്പോൾ തന്നെ ചിനൂക്ക് റോക്കി എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവിടെ ഒരു ഇത് കാണാം, ചിനൂക്ക് അല്ലേ, ചിനൂക്ക് അല്ലേ, ചിനൂക്ക് ക്ക് റോക്കി ക്ക് കാണാം, ഒരു കീ കാക്ക കാണാം അല്ലേ. അപ്പോൾ ഒരു സാമ്യതയുള്ള ഒരു സാധനമാണ് ചിനൂക്ക് റോക്കി. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അത് അവിടെ കിട്ടുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കാട്ടോ. അടുത്തത് ഫൊന്നാണ്. ഫൊന്നാണ്. ഫൊന്ന് അതുപോലെ തന്നെ അത് എവിടെയാണ് വീശുന്നത്, ആൽപ്സ് മൗണ്ടനിലാണ്, ആൽപ്സ് ആണ്. മക്കളെ നിങ്ങൾ നോക്കി, ഫൊൻ എന്ന് പറയുമ്പോൾ നമുക്ക് സാമ്യതയുള്ളൊരു വാക്കുമ്പോൾ ഓർത്ത് നോക്കുക. ഫൊന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒന്ന് എന്തായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക, ഫോൺ എന്നുള്ളത് മനസ്സിലേക്ക് വരില്ലേ. പെട്ടെന്ന് ആൾക്കാരെ മനസ്സിലേക്ക് ഫോൺ എന്ന് വരില്ലേ. അപ്പോൾ നിങ്ങൾ ഫോൺ നോർത്താൽ മതി, ഫോണാണ്. ഫോൺ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫോണിൽ എന്ത് വേണം, ആപ്പ് വേണം. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഫോൺ എന്ന് പറയുമ്പോൾ ഫോണിൽ എന്ത് വേണം, ആപ്സ് വേണം. ആപ്സ്, ഇവിടെ ആപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽപ്സ് ആണ്, ആൽപ്സ് പർവ്വതമാണ്. അപ്പോൾ ഫോണാണെങ്കിൽ ഫോണിൽ എന്ത് വേണം, ആപ്പ് വേണം, ആൽപ്സ് വേണം, ആപ്പ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യാം, അത് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാവുന്നതാണ്. ഇനി അടുത്തതാണ് ഹർമാട്ടനാണ്. ഹർമാട്ടൻ എവിടെയാണ്, ആഫ്രിക്കയാണ്, ഹർമാട്ടൻ ആഫ്രിക്ക. ആ പറയുമ്പോൾ തന്നെ അല്ലേ ഒരു ആഫ്രിക്ക, ഹർമാട്ടൻ ആഫ്രിക്ക, ഹർമാട്ടൻ ആഫ്രിക്ക, ഒരു സാമ്യത അതിനകത്തുണ്ട്, ഹർമാട്ടൻ ആഫ്രിക്ക അല്ലേ. അവിടെ ഒരു പറയുന്നേരം തന്നെ എന്തുണ്ട്, ഒരു സാമ്യത നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത്, കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതും അവിടെ എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. ഇനി അത് നിങ്ങൾക്ക് മറന്നാലും
ഡോണ്ട് വറി, അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും എന്ത് ചെയ്യില്ല, പ്രശ്നമല്ല. ഇനി അടുത്ത നിങ്ങൾ നോക്കിയോളി, ലു ആണ്. ലു പ്രധാനമായിട്ട് എവിടെയാണ്? നോർത്ത് ഇന്ത്യയിലാണ്, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയാണ്. അപ്പം നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, ലു ആണ്. അപ്പം ഈ നോർത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ, വടക്കേ ഇന്ത്യ എന്ന് പറയുമ്പോൾ സാധാരണ ഇന്ത്യക്കകത്ത് കുറേ പ്രശ്നങ്ങളൊക്കെയാണ്. നമ്മളൊക്കെ സൗത്ത് ഇന്ത്യക്കാരാണ്. കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയാണ്, അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയാണ്. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, ഈ പറയുന്ന വടക്കേ ഇന്ത്യയിലാണ് പ്രധാനമായിട്ടും ഉള്ള ആൾക്കാർ, വടക്കേ ഇന്ത്യയിലുള്ള ആൾക്കാരൊക്കെ ലൂസാണ് കേട്ടോ. ആലോചിച്ച് വെച്ചാൽ മതി, വടക്കേ ഇന്ത്യക്കാരൊക്കെ ലൂസാണ്, അത്യാവശ്യം എന്തോ ലൂസാണ്. അതുകൊണ്ടാണ് അവിടെ കുറേ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാൻ കാരണം നാട്ട് ഓർത്ത് വെച്ചാൽ മതി. അപ്പം ലൂസ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. വടക്കേ ഇന്ത്യയിൽ മൊത്തം എന്താണ്, ഇതുപോലെ തന്നെ ഫുള്ള് ലൂസാണ്. ഇതുപോലെ തന്നെ എന്താണ്, കുറേ പ്രശ്നങ്ങളല്ലേ, പശുവിൻ്റെയും പന്നീൻ്റെയും ഒക്കെ പേരിലൊക്കെ തന്നെ കുറേ കോലാഹലങ്ങളൊക്കെ അവിടെയാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് വടക്കേ ഇന്ത്യക്കാരൊക്കെ ഫുള്ള് ലൂസാന്ന് ഓർത്ത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വേഗം കണക്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ പഠിക്കാനുള്ളതിന് വേണ്ടിയിട്ടാട്ടോ നമ്മൾ പറയുന്നത്. അത് മക്കൾ ആ രീതിയിലേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാതെ തെക്കേ ഇന്ത്യക്കാരും വടക്കേ ഇന്ത്യക്കാരും ഒക്കെ തന്നെ ഇതൊക്കെ ഇന്ത്യക്കാരാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, ഇനി മക്കൾ ശ്രദ്ധിക്കേണ്ടത് മാംഗോ ഷവേഴ്സ് ആണ്. മാംഗോ ഷവേഴ്സ് നമുക്ക് ആ പേര് തന്നെ കിട്ടുമല്ലോ, മാംഗോ ഷവേഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അത് മാങ്ങ വീഴുന്നത് നമുക്കറിയാം. കാറ്റടിക്കുന്ന സമയത്ത് നമ്മളിവിടെ മാങ്ങ വീഴുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് എവിടെയാണ്, സൗത്ത് ഇന്ത്യ എന്നുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 5 എണ്ണമാണ് നിങ്ങൾ നിർബന്ധമായിട്ടും ഏതൊക്കെയാണ് ലോക്കൽ വിൻഡ്സ് എന്നും അതിൻ്റെ റീജിയൻ ഏതാണെന്നുള്ളത് പഠിച്ചു വെക്കേണ്ടത്. കാൽബൈശാഖി പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ നോക്കി മക്കളെ, ഈ 5 എണ്ണത്തിൽ നമ്മൾ 5 എണ്ണവും സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. ഇനി ഏതെങ്കിലും ഒന്ന് മറന്നു പോയാലും പ്രശ്നമല്ല, ബാക്കി 4 എണ്ണവും നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടുന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലേക്ക് മക്കളെ, ഇത്തരത്തിലേക്ക് വലിയ ഒരു ഏരിയ ഒക്കെ നമ്മൾക്ക് ഇത്തരത്തിലെ ചെറിയ ചെറിയ ചിന്ന ചിന്ന കോഡുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നുമല്ല മക്കളെ, ഇതൊക്കെ ഞാൻ വെറും സാമ്പിൾ മാത്രം നിങ്ങളെ കാണിച്ചത്. ഇതൊന്നല്ലടാ, ഇതിനേക്കാൾ വലിയ കുറേ സാധനങ്ങൾ നമ്മളെ കയ്യിലേക്ക് ഉണ്ട്. ഇതിനേക്കാൾ വലിയ, അതായത് നിങ്ങൾക്ക് വലിയ എസ്സേ ആയിട്ടൊക്കെ തോന്നുന്ന വലിയ എസ്സേ, നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കാൻ ഇത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന വിചാരിക്കുന്ന വലിയ ടോപ്പിക്കുകൾ നിങ്ങൾക്കുണ്ട്. ആ ടോപ്പിക്കുകളൊക്കെ ഏറ്റവും ഈസി ആയിട്ട് കോഡുകളിലൂടെയൊക്കെ തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പഠിപ്പിക്കും. എവിടെയാണെന്നറിയോ, അത് ഇവിടെയല്ല, അത് നമ്മൾ മാരത്തോണിൽ നമ്മുടെ ലൈവിനകത്ത് നമ്മളത് ഡിസ്കസ് ചെയ്യും. അപ്പം നിങ്ങളെല്ലാ ആൾക്കാരും നമുക്ക് നടക്കുന്ന മെഗാ മാരത്തോണിനകത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ പങ്കെടുക്കുക. ഫ്രണ്ട്സിനെ കൂടി വിളിച്ച് വരിക. അതിനകത്ത് നമ്മൾ ഫുൾ ചാപ്റ്റർ, നിങ്ങൾക്ക് വേണ്ട ഫുൾ ചാപ്റ്ററുകൾ ഏറ്റവും ഷോർട്ടായിട്ട് ട്രിക്സിലൂടെ നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ആൾക്കാരും ലൈവിലേക്ക് വരിക. നമുക്ക് അവിടെ കാണാം മക്കളെ. സോ താങ്ക് യു എവരിവൺ, ബൈ.